ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായല്ലേ കണ്ടിട്ട്. പപ്പ മമ്മി വന്നപ്പോൾ ഉള്ള ഒരു ഷോപ്പിംഗ് ഡേ ആണ് ഗായ്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് CF മാർക്കറ്റ് മോള്. ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ള മോള്. ഇതാണ് ഇപ്പോൾ ഇവിടെ സമ്മർ ടൈമാണ് ഗായ്സ്. അപ്പോൾ ഏകദേശം ഒരു 26-25 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ ഭയങ്കര മഴ പെയ്യും. മഴ പെയ്തിട്ട് പിന്നുള്ള കാറ്റിന് നല്ല തണുപ്പായിരിക്കും ഉള്ളത്. സോ നമ്മളിവിടെ വന്നേക്കുന്നത് മെയിൻലി ജാക്കറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. സമ്മർ ആയതുകൊണ്ട് ജാക്കറ്റിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം നമ്മൾ മെയിൻലി വന്നേക്കുന്നത് മമ്മിക്കൊരു ജാക്കറ്റ് മേടിക്കാനാണ്. ഇത് പപ്പ മമ്മിയുടെ ഫസ്റ്റ് വിസിറ്റാണ് കാനഡയിലേക്ക്. വലുതാണോ? റോസ് അത് കൈ പിടിച്ചോ. അതെന്തുവായിരുന്നു എടുത്ത? അത് സെയിം സൈസ് 12. അത് 10 മേളിൽ. നമ്മൾ നാട്ടിൽ നിന്ന് പുറത്തുള്ള ഏതൊരു കൺട്രി പോയാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ കറൻസി അങ്ങ് നമ്മൾ ഇന്ത്യൻ റുപ്പീസായിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്ത് നോക്കും. ഞാൻ അങ്ങനെ നോക്കിയത് ഫസ്റ്റ് ടൈം ദുബായി പോയപ്പോഴാണ്. മമ്മി ഈ പ്രൈസ് ടാഗൊക്കെ നോക്കിയിട്ട് അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് പഴയ എന്നെ ഓർമ്മ വന്നു. ഇവിടെ വന്നപ്പോഴും ഞാൻ ഫസ്റ്റ് ടൈം എല്ലാത്തിനും ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഗൈസ്, മമ്മിക്ക് നമ്മൾ നേരത്തെ കണ്ട ഒരു പിങ്ക് കളറിലുള്ള ജാക്കറ്റ് എടുത്തു. പപ്പയുടെ കയ്യിൽ വേറെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റോർ എടുക്കും. നമ്മളും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പം ഇങ്ങനെയുള്ള ഓഫർ ടൈമിലായിരിക്കും കൂടുതൽ വാങ്ങുന്നത്. ഓരോ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങിലും നല്ല ഡിസ്കൗണ്ട് കാണും. അപ്പോഴാണ് സാധാരണ വാങ്ങാറുള്ളത്. ചിലപ്പോൾ ചില ഡ്രസ്സോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സാധനം, അത് വലിയ ബ്രാൻഡഡോ കാര്യങ്ങളോ ഒന്നും അല്ലായിരിക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അപ്പം തന്നെ പൊക്കിക്കൊണ്ട് വരും. എനിക്ക് സ്പോർട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ നമുക്ക് പല പല ബ്രാൻഡ്സ് ഒരുമിച്ച് കിട്ടും. എൻ്റെ കയ്യിലിരിക്കുന്ന ജാക്കറ്റും ഷൂസും ഇവിടെ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവർക്ക് തന്നെ പല വെറൈറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ നല്ല ചിലപ്പോഴൊക്കെ നല്ല ഡിസ്കൗണ്ട് സെയിൽസും വരാറുണ്ട്. നമ്മൾ മെയിൻലി ഇങ്ങനത്തെ ഷോപ്പുകളിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ 3 സ്റ്റോറിൽ എന്തായാലും കയറിയിരിക്കും. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് നേവി, H&M, സാറ. വേറെയും കടകളിൽ കയറാറുണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും മസ്റ്റായിട്ട് ഞങ്ങൾ കയറിയിരിക്കും. പിന്നെ എനിക്ക് സമ്മറിലിടുന്ന കുറേ ഡ്രസ്സുകളൊക്കെ ഞാൻ മാക്സിമം നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് മേടിക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമുള്ള കട മാക്സ്, സൂഡിയോ, പിന്നെ റിലയൻസ് ട്രെൻഡ്സ്, ഇവിടെ നിന്നൊക്കെ പൊക്കി എടുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പം വാൾമാർട്ടിലാണ് വന്നേക്കുന്നത്. ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. ഇവിടെ ഫ്രൂട്ട്സൊക്കെ എല്ലാ സാധനങ്ങളും അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിലൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ വീടിനടുത്തായിട്ടുള്ള മെയിനായിട്ടുള്ള ഗ്രോസറി സ്റ്റോറ് വാൾമാർട്ട്, നോ ഫ്രിൽസ്, സേവ് ഓൺ ഫുഡ്സ്, ദെൻ സേഫ് വേ ഉണ്ട്, പിന്നെ കാൽഗറി കോഓപ്പ്. ഷോപ്പുകളിൽ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിഫറൻസ് എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്ട്സ് ആണ് കൂടുതലായിട്ടുള്ളത്. പാർലേജിയുടെ ബിസ്ക്കറ്റ് അതായിരിക്കുന്നത് കണ്ടോ, അതേപോലെ പാനിപ്പൂരിയുണ്ട്, സോനം പപ്പടിയുണ്ട്, പിന്നെന്താണ് മസാലകൾ. അപ്പം എനിക്കിനി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങാനുണ്ട്. കമോൺ ഗായ്സ്, അപ്പോൾ നമുക്കത് മേടിച്ചിട്ട് തിരിച്ചു വരാം. എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഒരു അലോവേറയുടെ ഷീറ്റ് മാസ്ക് എടുത്തു. പിന്നീട് ഞാൻ എടുത്തത് എനിക്ക് വേണ്ടി ഒരു കാജലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള പ്രോഡക്റ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് ബില്ലിംഗ് സെഷനിലേക്ക് പോവാം. ഇത് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ്. വർക്കൊക്കെ കഴിഞ്ഞ് ഈവനിങ് വാക്കിന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിനടുത്തുള്ള നടക്കുന്ന വഴിയാണ്. ഇതിനെ ഇവിടെ വാക്കിംഗ് ട്രെയിൽ എന്നാണ് പറയുന്നത്. അപ്പം ഈ ട്രെയിൽ റിവർ സൈഡിലാണ് ഉള്ളത്. ഇതാണ് ഗായ്സ് ബോ റിവർ. അപ്പോൾ ഈ റിവർ എന്ന് പറയുന്നത് അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ബാൻഫ്, ക്യാൻമോർ, കാൽഗരി, പിന്നെ കോക്രെയിൻ ഏരിയകളിലാണ് ഇത് ഉള്ളത്. ഗൂഗിള് പറയുന്ന പ്രകാരം 587 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് നീളം. ഈ റിവർ അത്യാവശ്യം നല്ല പോപ്പുലറാണ് ഫിഷിങ്ങിന് വേണ്ടി, റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി, പിന്നെ കയാക്കിങ്ങിന് വേണ്ടിയിട്ടും. കറക്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ഈച്ചക്കുഞ്ഞിനെ പോലും ഇവിടെ കാണാനില്ല. കൂടുതൽ പേരും ഫിഷിങ്ങും ഈ റിവർ റാഫ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നത് കാൽഗറി മെയിൻ സ്ഥലത്തൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് പപ്പ മമ്മിയുടെ അഭിപ്രായം കൂടെ കേട്ടു നോക്കാം. എങ്ങനെയുണ്ട് പപ്പ മമ്മി, ഈ വ്യൂ എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ ബൈ.